പട്ടാമ്പി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TP ഷാജിക്കെതിരെ ഇന്ന് വിമത കൺവെൻഷൻ നടക്കുന്നു എന്നുള്ള വിവരം വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പിയെ വിമതനായി മത്സരിപ്പിക്കുമെന്ന് പട്ടാമ്പി കോൺഗ്രസിലെ അസംതൃപ്തർ പറഞ്ഞു. ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും തീരുമാനം. വിമതരെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നറിയുന്നു. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, പട്ടാമ്പിയിലും വിമത നീക്കമുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെയാണോ പട്ടാമ്പിയിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും ഇന്ന് വിമത കൺവെൻഷൻ ഉണ്ടെന്നാണ് അറിയുന്നത്? അപ്പോൾ വലിയ പ്രതിസന്ധിയാണ് പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ എന്നാണ് മനസ്സിലാക്കുന്നത്. TP ഷാജിക്കെതിരെ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം? ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി അങ്ങനെയാണെങ്കിൽ പട്ടാമ്പിയിൽ മത്സരിക്കുമോ? ചുരുക്കത്തിൽ അത് കോൺഗ്രസിനുള്ളിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ, പ്രത്യേകിച്ച് മോസിൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അരുൺകുമാർ, പാലക്കാട് ജില്ലയിൽ താരതമ്യേന പട്ടാമ്പിയിലാണ് കോൺഗ്രസിനകത്തെ വിഭാഗീയത അല്പമെങ്കിലും കുറവുള്ളത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ ഒരു ആവശ്യം ഉയർന്നിരുന്നു. കഴിഞ്ഞ തവണ മുഹമ്മദ് മൂസിനെതിരെ മത്സരിച്ച റിയാസ് മുക്കോളിയെ തന്നെ ഇത്തവണ വീണ്ടും പട്ടാമ്പിയിൽ മത്സരിപ്പിക്കണമെന്നുള്ളത്. പക്ഷേ TP ഷാജി, അദ്ദേഹം പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റി ചെയർമാൻ കൂടിയാണ്. TP ഷാജിയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് എത്തുകയും ചെയ്തു. പിന്നീട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നു. ഈ പട്ടാമ്പി സീറ്റിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. ഏറ്റവും അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് TP ഷാജിയെ മത്സരിപ്പിക്കാനാണ്. ഇതോടുകൂടിയാണ് റിയാസ് മുക്കോളിയെ അനുകൂലിച്ചിരുന്ന ആളുകൾ പൂർണ്ണമായും നേതൃത്വത്തോട് ഇടുകയും ചെയ്തത്. ഇവർ പറയുന്നത് തങ്ങൾ വിമത സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളത് തന്നെയാണ്. ഓങ്ങല്ലൂരിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പിയെ മത്സരിപ്പിക്കാനൊരു നീക്കമാണ് നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഷാഫിയെയും അതുപോലെ തന്നെ ഈ വിമത വിഭാഗത്തിലുള്ള ആളുകളെയും അനുനയിപ്പിക്കാൻ വേണ്ടി നേതൃത്വം ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ വിമത കൺവെൻഷനിലേക്ക് പട്ടാമ്പിയിലെ കോൺഗ്രസ് പോകുന്നത്. ഇന്ന് ഓങ്ങല്ലൂരിലെ ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ വെച്ച് വൈകിട്ട് 4 മണിക്കാണ് ഈ വിമത നേതാക്കളുടെ ഒരു കൺവെൻഷൻ ചേരുന്നത്. അവിടേക്ക് ഈ TP ഷാജിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന മുഴുവൻ ആളുകളും എത്തും. ഷാഫി പട്ടാമ്പിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ വിമത നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് നേതൃത്വം പറയുമ്പോൾ ഈ TP ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വിമത നേതാക്കൾ പറയുന്നത്. റിയാസ് മുക്കോളി കഴിഞ്ഞ 5 വർഷമായി പട്ടാമ്പിയിൽ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം തോറ്റെങ്കിലും 2021 തോറ്റെങ്കിലും ഈ 5 വർഷവും പട്ടാമ്പിയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വിമത നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്നും വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇന്നലെ നടന്ന ചർച്ചകൾ ഫലം ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ കൺവെൻഷൻ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലേക്ക് വിമത നേതാക്കൾ കടന്നിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. റിയാസ് മുക്കോളി ഒരു ചെറിയ മീനല്ല എന്നുള്ളത് പട്ടാമ്പിയിലെ കോൺഗ്രസുകാർക്കറിയാം.